മണി മാജിക്കിലേക്ക് സ്വാഗതം. നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം എന്താണ് എന്ന് ചോദിച്ചാൽ ചിലരെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്, ചെടി വളർത്തൽ. ഈ അലങ്കാര ചെടി വളർത്തൽ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ചിലപ്പോൾ അതൊരു പ്രത്യേകതരം ഹോബിയാണ്. കാരണം നമ്മൾ എവിടെ ചെടി കണ്ടാലും അതിൻ്റെ ഒരു ചെറിയ കമ്പോ അല്ലെങ്കിൽ തയ്യോ വീട്ടിൽ കൊണ്ട് വളർത്തുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ ചെടി വളർത്തൽ കൊണ്ട് നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് സന്തോഷം കിട്ടുമെന്നാണ്. ശരിയാണ്. ഈ ചെടി ഇങ്ങനെ പൂത്തു നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അതിങ്ങനെ വളർന്ന് വലുതായി വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ ഈ സന്തോഷത്തിനോടൊപ്പം നമുക്ക് വരുമാനം കൂടെ കിട്ടിയാലോ? തീർച്ചയായിട്ടും ചെടി വളർത്തൽ അല്ലെങ്കിൽ ഈ അലങ്കാര സസ്യം വളർത്തുന്നത് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ്. അങ്ങനെ ഈ ചെടി വളർത്തലിൽ വരുമാനം കണ്ടെത്തിയ ഒരു സംരംഭക അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ വീട്ടമ്മയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മണി മാജിക്കിൽ പറയാൻ പോകുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള റീംസ് എന്ന് പറയുന്ന ഒരു സംരംഭക. പുള്ളിക്കാരി 700 രൂപ മുതൽ മുടക്കിലാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്. അതായത് ഈ പാഴ്ചെടികൾ, വേണ്ടാതെ കളഞ്ഞിരുന്ന ചെടികൾ കൊണ്ടുവന്ന് അതിനെ പരിപാലിച്ച് അതിനെ വിൽപ്പന നടത്തി അതിലൂടെ ഇപ്പം ഏകദേശം ഒരു വർഷം 1 കോടി രൂപയ്ക്ക് മുകളിൽ അവർ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ സമ്പാദ്യമുണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വലിയൊരു സാധ്യതയുള്ള മേഖലയാണെന്ന് കൂടി റീംസ് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ റീംസിൻ്റെ സക്സസ് സ്റ്റോറിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അവരെങ്ങനെയാണ് ഈ ചെടി വിൽക്കുന്നത്, ആരാണിത് വാങ്ങുന്നത്, ഇതെല്ലാം നമുക്ക് വിശദമായി അറിയാം. മണി മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഹലോ, ഞാൻ റീംസ് ആണ്. അപ്പോൾ ചെടികളുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ വിപണിയിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് വിജയകരമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ റീംസ് ബാസ്ക്കറ്റ് എന്നൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നതെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ യാദൃച്ഛികമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 6 വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്കൊരു ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ട് ഈ താടിയിലൊക്കെ ഒന്ന് ഇളകിയിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ വീട്ടിൽ വിശ്രമിക്കേണ്ടി വന്നു. അതിനിടയ്ക്ക് നമ്മളിങ്ങനെ കഴക്കൂട്ടത്തൂടെ യാത്ര പോകുന്ന സമയത്ത് കഴക്കൂട്ടത്തൊരു ഗാർഡനിൽ ജെറിബ്ര തൈകൾ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ജെറിബ്ര തൈകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെടികൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലോ. ജെറിബ്ര തൈകൾ നല്ല മനോഹരമായ പൂക്കളോട് കൂടിയതാണ് ഈ ജെറിബ്ര തൈകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കത് മേടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ 2 ജെറിബ്ര തൈകൾ മേടിച്ചു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇതാണ്, ജെറിബ്ര എന്ന് വെച്ചാൽ നമുക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിൽ, മൂന്നാർ, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് പൂക്കുള്ളൂ. നമ്മുടെ ട്രിവാൻഡ്രത്തൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് പൂക്കൊന്നുമില്ല, അത് ഇത് മേടിക്കണ്ട. പക്ഷേ ചെടികൾ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ കണ്ടാൽ എങ്ങനെയാണ് നമുക്കത് സ്വന്തമാക്കാൻ തോന്നുമല്ലേ? അതുപോലെ എനിക്കും അങ്ങനെ തന്നെ തോന്നി. ഞാനത് സ്വന്തമാക്കി വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴും എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയോ? ഇത് തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ പിടിക്കുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ തണുപ്പുള്ള സ്ഥലം അങ്ങനെ അധികം ഇല്ല. കാര്യം എൻ്റെ വീട് ഒരു 5 സെൻറ്റിലാണ്. 5 സെൻറ്റിൽ ഫുള്ളായിട്ട് വീട് നിൽക്കുകയാണ്. സൈഡിൽ കുറച്ച് സ്ഥലമാണ് ചെടികൾ വളർത്താനായിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പിൽ ഒരു മരമുണ്ട്, ഒരു ക്യാരംബോലയുടെ മരമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലായിട്ട് ഞാൻ ആ ചെടി വെച്ചു. കുറച്ച് തണലൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചതാണ്. ആ കൊണ്ടുവന്ന കവറിന്നൊക്കെ മാറ്റി 2 ചട്ടികളിലായിട്ട് നട്ടു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞു, വീട്ടിൽ പെയിൻറ്റ് പണിയൊക്കെ നടക്കുന്ന സമയത്ത് പപ്പ അതെടുത്ത് മാറ്റി കുറച്ച് വെയിലുള്ള സ്ഥലത്തേക്ക് വെച്ചു. പിന്നെ ഞാനും അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. 10-45 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ആ 2 ജെറിബ്ര ചട്ടികളിലും ചട്ടി നിറച്ച് തൈകളായി, നിറച്ച് പൂക്കളായിട്ട് ഇങ്ങനെ വിടർന്നുല്ലസിച്ച് നിൽക്കുന്നതാണ്. ഭയങ്കര സന്തോഷമായി കേട്ടോ. കാര്യം ഒട്ടും എന്താ പറയുക, തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നന്നായിട്ട് പൂക്കുള്ളൂ എന്ന് പറഞ്ഞ ജെറിബ്ര എൻ്റെ വീട്ടിൽ നട്ട വെയിലത്ത് ഇങ്ങനെ വിടർന്നുല്ലസിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് സന്തോഷമാണ്, ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ എനിക്കൊരു ആഗ്രഹം വന്നു. എന്താണെന്നറിയോ? എൻ്റെ വീടിന് ചുറ്റും ജെറിബ്ര പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കണം. ഒരു ആഗ്രഹം മനസ്സിൽ വന്നാൽ അത് നടത്തുക എന്നുള്ളത് ഭയങ്കര കാര്യമാണല്ലേ. അപ്പോൾ അന്ന് എൻ്റെ വീടിന് ചുറ്റും അതിലും ഏതാണ്ട് 100ഓളം മൺചട്ടികളുണ്ട്. അതിൽ പലതരം ചെടികളാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ പപ്പയും മമ്മിയും ചെടികൾ ഒരുപാട് ഇഷ്ടമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതലേ അവർ ചെടികൾ വളർത്തുന്നത് കണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ചെടികളോടുള്ള ഒരു ഇഷ്ടം അന്ന് മുതലേ ഉണ്ട്. സോ പിന്നെ ഒരു ആഗ്രഹമാണ് ഈ 100 ചട്ടികളിലും ജെറിബ്ര പ്ലാന്റുകൾ വെക്കണമെന്നുള്ളത്. പക്ഷേ അപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പിലെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ജെറിബ്ര തൈകൾ മേടിക്കാൻ പറ്റില്ല. കാര്യം അന്ന് ഞാൻ ഒരു ജെറിബ്ര തൈ കഴക്കൂട്ടത്തിൽ നിന്ന് മേടിച്ചത് 120 രൂപയ്ക്കാണ്. അപ്പോൾ ഈ 120 രൂപ വെച്ചിട്ട് 100 ചട്ടികളിലേക്ക് തൈകൾ മേടിക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളത് ആദ്യം വേണ്ടാന്ന് വെച്ചു. പിന്നെയും മനസ്സിൽ വന്ന ആഗ്രഹമാണല്ലോ, അത് നടത്തണം. ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്ത്
ഇതെങ്ങനെ എവിടെ വില കുറച്ച് കിട്ടും? കുറച്ച് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ 2 ചട്ടികളിൽ തന്നെ ഒരു 10-20ഓളം തൈകൾ നിറച്ചായിട്ടുണ്ട്. അപ്പോൾ അത് വെക്കാം. പിന്നെ കുറേ തൈകളൂടെ ഒപ്പിക്കണം. എങ്ങനെ ഒപ്പിക്കും? അത് എവിടെ വില കുറച്ച് കിട്ടും എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമായി. ആ അന്വേഷണം ചെന്ന് തന്നത് തിരുവനന്തപുരത്തെ പ്രശസ്തമായൊരു എന്താ പറയുക ഒരു ഹോൾസെയിൽ ഗാർഡനിലേക്കാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് നമ്മൾ ചോദിച്ചു, ഇവിടെ എന്താ പറയുക ഈ ജെർബ്ര തൈകളുണ്ട്? അപ്പോൾ അവിടെ ചെന്നപ്പോൾ ശരിയാണ്, അവിടെ ജെർബ്ര തൈകളുണ്ട്. പകുതി വിലയ്ക്കാണ് നമുക്ക് കിട്ടുക. അതായത് ഞാൻ 120 രൂപയ്ക്ക് മേടിച്ച ജെർബ്ര തൈകൾ അവിടെ 60 രൂപയേ ഉള്ളൂ. അതായത് നഴ്സറിയൊക്കെ നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗാർഡനായിരുന്നു അത്. അപ്പോൾ അത് മേടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിലൊരു കാര്യം വന്നത്. കാര്യം അടുത്ത് തന്നെ അവരുടെ കഴിഞ്ഞ ലോഡിലൊക്കെ വന്ന സാധനങ്ങൾ ഒരുപാട് ഇങ്ങനെ ജെർബ്ര തൈകൾ ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞു പോയത് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു അത് തരുമോ എന്ന് ചോദിച്ചു. ആദ്യം അവർ തരാൻ കൂട്ടാക്കില്ല. പിന്നെ ഞാനിങ്ങനെ പിറകെ നടന്ന് ചോദിച്ചപ്പോൾ അവരതെനിക്ക് തന്നു. അന്ന് അതെല്ലാം കൂടെ എനിക്ക് മേടിച്ചപ്പോൾ 700 രൂപയാണ് ആയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ തൈകളുണ്ടായിരുന്നു, കുറേ അങ്ങനെ ഒടിഞ്ഞു പോയ തൈകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാ ആ 100 ചട്ടികളിലെയും ചെടികളൊക്കെ മാറ്റി അതിൽ പുതിയ മണ്ണും പോട്ടി മിക്സൊക്കെ നിറച്ചിട്ട് ഈ തൈകളെല്ലാം ആ 100 ചട്ടികളിലാക്കി വെച്ചു. എന്താ പറയുക മതിലിന് ചുറ്റുമായിട്ട് വെച്ചു. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു, ദിവസവും അതിനെ നോക്കി. അന്നൊക്കെ ഭയങ്കര ക്രേസായിരുന്നു. ചെടികളെ നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമാണല്ലോ, നമുക്കൊരു സന്തോഷം കിട്ടാനായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നോക്കും. 10-45 ദിവസം കഴിഞ്ഞപ്പോൾ അതിലെല്ലാം നിറച്ച് തൈകളുമായി, നിറച്ച് പൂക്കളുമായി, പല നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ ചുറ്റും വിരിഞ്ഞിരിക്കുന്നു. പോകുന്നവരും വരുന്നവരും എല്ലാം നോക്കി പോകുന്നു. അവരൊക്കെ നോക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, മൊത്തത്തിൽ ഭയങ്കര ഒരു സന്തോഷം. വീണ്ടും കുറേ ദിവസങ്ങളൂടെ കടന്നുപോയി. അപ്പോൾ അറിയാമല്ലോ ജെർബ്ര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തൈകൾ വരുന്നതാണ്. പക്ഷേ മൺചട്ടികളിലാകുമ്പോൾ കുറേ തൈകളാകുമ്പോൾ പിന്നെ പൂക്കളൊക്കെ ചെറുതായി തുടങ്ങും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചട്ടികൾ മാറ്റി വെക്കണം, തൈകളൊക്കെ മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് തൈകൾ മാറ്റി വെക്കാൻ വേറെ സ്ഥലമില്ല, ഉള്ള സ്ഥലത്തെല്ലാം ചെടികളാണ്. അപ്പോൾ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിന് കുറച്ച് തൈകളൊക്കെ കൊടുത്തു. ബാക്കി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാര്യം ഓരോ ചട്ടിയിലും ഏതാണ്ട് 20ഓളം തൈകൾ, 20-നും 30-നും ഇടയ്ക്ക് തൈകൾ അത്രയും തിങ്ങി ഞെരുങ്ങി വന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലാണ് അന്ന് ഫേസ്ബുക്കിൽ പോയിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത്. വെറുതെ നമ്മുടെ ഉദ്ദേശം ഇത്രയായിരുന്നു, ചെടികളൊന്ന് വിറ്റ് പോവുക, ചെടികളൊന്ന് ഒഴിവാക്കുക, കാശ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അന്ന് ഫേസ്ബുക്കിൻ്റെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങി വരുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് എൻ്റെ പ്രൊഫൈലിലാണ് ഇട്ടത്. ഫസ്റ്റായിട്ട് 15 ജെർബ്ര തൈകൾ 500 രൂപയ്ക്കെന്ന് പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത്. അത് കണ്ടപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഫുൾ ചെടികളും വിറ്റുപോയി. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 700 രൂപ ചിലവാക്കി. ഞാൻ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. എൻ്റെ ഒരു സന്തോഷമാണ് ചെടികൾ നോക്കുന്നത്. അപ്പോൾ എൻ്റെ സന്തോഷത്തിനായിട്ട് ഞാൻ വളർത്തിയ ചെടികളിൽ നിന്ന് ഏതാണ്ട് 2-2.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് 50,000 രൂപയോളം വരുമാനം ഒറ്റയടിക്ക് വരികയാണ്. അപ്പോൾ അത്ര കിട്ടിയപ്പോൾ ശരിക്കും ഞാനൊന്ന് വണ്ടറായിപ്പോയി. അതുമാത്രമല്ല അന്ന് എനിക്ക് തിരിച്ചറിയായിരുന്നു ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുമായിരുന്നു. ഞങ്ങളുടെ കയ്യിലുള്ള ജെർബ്ര തൈകൾ തീർന്നിട്ടും ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരുന്നു ജെർബ്ര തൈകളുണ്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ ആ ഹോൾസെയിൽ ഗാർഡനിലേക്ക് പോയി ജെർബ്ര തൈകൾ അവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങി കസ്റ്റമേഴ്സിന്. കൊടുക്കുന്ന കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും പുതിയ ചെടികളെക്കുറിച്ച് നമ്മൾ ഗാർഡനിൽ കാണുന്ന ചെടികളൊക്കെ കൊണ്ടുവന്ന് തുടങ്ങിയപ്പോൾ അങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ വേറെ പുതിയ ചെടികൾ എടുത്ത് കസ്റ്റമേഴ്സിന് കൊടുത്തു തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും റീംസ് ബാസ്ക്കറ്റ് എന്ന ഓൺലൈൻ സംരംഭം തുടക്കം ഇട്ടത്. ശരിക്കും പിന്നീട് നമുക്ക് മനസ്സിലായി നമ്മുടെ കരിയർ ഇതാണ്, നമ്മുടെ പാഷൻ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി തന്നെ, ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ നമ്മുടെ വരുമാന മാർഗ്ഗമാകുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സന്തോഷം വേറെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നഴ്സറികളിൽ ഉള്ളതല്ലാതെ പുതിയ വെറൈറ്റീസ് അല്ലെങ്കിൽ സാധാരണ നഴ്സറികളിൽ ഇല്ലാത്ത സാധനങ്ങൾ തേടി പോകാൻ തുടങ്ങി. കേരളത്തിന് പുറത്തൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്തു, ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറൈറ്റീസ് വിൽക്കുന്ന ഒരു നഴ്സറി, മറ്റ് ഗാർഡനുകളിൽ കിട്ടാത്ത, അതായത് ഇപ്പോൾ എന്താ പറയുക മാധവിക്കുട്ടിയുടെ നീർമാതളം, അതുപോലെ എന്താ പറയുക ചെമ്പകത്തിൻ്റെ വെറൈറ്റീസ്, പിന്നെ രുദ്രാക്ഷമരം, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് കൊണ്ടുവരാനും അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കടന്നു വന്ന വഴികളിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാര്യം ചെടികളാണ്, നമ്മൾ കൊറിയർ ത്രൂ ആണ് കസ്റ്റമേഴ്സിലേക്ക് പലർക്കും എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് കൈപ്പറ്റാതിരുന്നാലോ കൊറിയർ ഡിലേ ആയാലോ ഒക്കെ ഡാമേജ് ആവാനുള്ള ചാൻസുകൾ ഒരുപാടുള്ളതായിരുന്നു. ഒത്തിരി ചലഞ്ചസ് ഇതിൻ്റെ ഇടയിൽ വന്നു. എങ്കിലും നമ്മളുടെ സന്തോഷമാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്ന് വരുമാനം കിട്ടുമ്പോഴും ഭയങ്കര സന്തോഷമാണ് നമുക്ക് കിട്ടുന്നതും. അതുമാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 1 കോടിയിലധികം ഒരു വർഷത്തിലെ ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായി ഇന്ന് എൻ്റെ കമ്പനി എനിക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ചെടികൾ മറ്റുള്ളവരിലേക്ക് വെറൈറ്റീസ് എത്തിക്കുന്നതിന് ഉപരി
ഞാൻ വന്ന വഴികൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കൂടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, എനിക്കിപ്പോൾ ഒരു മിഷനുണ്ട്. മിഷൻ എന്താണെന്ന് വെച്ചാൽ ശരിക്കും ചെടികൾ ഇഷ്ടപ്പെടുന്ന എന്നാൽ വരുമാനം ഇല്ലാതിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്ന ഫ്രണ്ടാണ്, ഒരു 4-5 വർഷം മുമ്പുണ്ടായിരുന്ന ഫ്രണ്ടാണ്. ഒരു ദിവസം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഒരു 100 രൂപ കടം തരുമോയെന്ന്. ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളിപ്പോൾ പഠിക്കുമ്പോഴായിരുന്നാലും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴായിരുന്നാലും എന്തിലായിരുന്നാലും നമുക്ക് നമ്മുടെ ഓരോ ഫ്രണ്ട്സിനെ കുറിച്ച് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. ഈ ആൾ വളർന്നാൽ ഇന്നതാവും, അല്ലെങ്കിൽ ഇയാൾ മുമ്പോട്ട് പോകുമ്പോൾ ഇന്നതാവും. അത്രയും കാലിബറുള്ള, അത്രയും എന്താ പറയുക, വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടി, ഞാൻ എവിടേക്കോ എത്തും എന്ന് വിചാരിച്ചിരുന്നൊരു കുട്ടി പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഒരു 100 രൂപ കടം തരുമോയെന്ന്. ഞാൻ വണ്ടറായിപ്പോയി, ശരിക്കും ഷോക്കായി. ഞാൻ പെട്ടെന്ന് ക്യാഷ് ഇട്ട് കൊടുത്തു. പക്ഷേ രാത്രി ഞാൻ അതിനെ വിളിച്ചു, എന്താണ് കാര്യം. അപ്പോൾ അതെന്നോട് പറഞ്ഞൊരു സ്റ്റോറിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന് മാരേജ് കഴിഞ്ഞു, ഇഷ്ടപ്പെട്ട ഒരാളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കുട്ടിയുണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് താമസം, വാടകയ്ക്കാണ്. ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളുണ്ട്, ഏജ്ഡ് ആയവരാണ്, അവർക്ക് എന്താ പറയുക, അസുഖബാധിതരാണ്, അവരെ നോക്കണം. അപ്പോൾ ഈ കുട്ടിക്ക് എത്ര കഴിവുണ്ടെങ്കിലും പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഹസ്ബൻഡ് ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ അവർക്ക് അത് ഒന്നിനും ആവുന്നില്ല. റെൻറ്റ് കൊടുക്കണം, പാരൻസിനെ നോക്കണം, പാരൻസിന് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ആ മാസത്തെ ചിലവുകളെല്ലാം തകിടം മറിഞ്ഞു പോകുന്നു. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ, എന്നാൽ പുറത്ത് പോയി ജോലിക്ക് പോകാനും പറ്റാത്തൊരു സിറ്റുവേഷൻ നിൽക്കുകയാണ്. എന്നെ വിളിച്ച സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ബന്ധുവിൻ്റെ മാരേജിന് പോവുകയാണ് ഇവർ. പോയ സമയത്തുണ്ടല്ലോ, പോയി തിരിച്ച് വരുന്ന സമയത്ത് ബസ് കയറാൻ ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. കുട്ടിയുണ്ട് കയ്യിൽ, ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു ബേക്കറി ഉണ്ട്. ബേക്കറിയിൽ എല്ലാവരും കയറി അവരവരുടെ കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കുന്നു. അവർ തന്നെ ഈ കുട്ടിക്കും ചോക്ലേറ്റ് മേടിച്ച് കൊടുത്തു. പക്ഷേ ഈ കുട്ടിക്ക് ആ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നില്ല, വേറൊരു ചോക്ലേറ്റിനായിട്ട് കരയുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു 10 രൂപ പോലും കയ്യിലില്ല, കുട്ടിക്കൊരു ചോക്ലേറ്റ് പോലും മേടിച്ചു കൊടുക്കുന്നു. 10 രൂപ പോലും കയ്യിലില്ലാത്തൊരു സിറ്റുവേഷനിലാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ആ കുട്ടി പറഞ്ഞത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. കാര്യം സെയിം കാറ്റഗറിയിലുള്ള ഒരാളാണ് ഞാൻ, പക്ഷേ എനിക്ക് ഈ സമയത്ത് നല്ല വരുമാനമുണ്ട്. എനിക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോവാം. ഞാനൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല? ഒരുപാട് വീട്ടമ്മമാർ, ഒരുപാട് പേര് ചെടികൾ ഇഷ്ടമുള്ളവർ, പ്ലാൻ ലവേഴ്സ് ഒത്തിരി പേരുണ്ട്. വീട്ടിലൊക്കെ തന്നെ ഒത്തിരി പ്ലാന്റ്സ് വളർത്തുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ വലിയ ലക്ഷങ്ങളുടെ വരുമാനമാണ് അവരുടെ കയ്യിലിരിക്കുന്നതെന്ന് ഇന്നും അറിയില്ല. അങ്ങനെ ആ അറിവില്ലാത്തതിനെ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം ഞൊട്ടാഞ്ഞൊടിയൻ, പിന്നെ ബദാം ലീഫൊക്കെ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര രൂപയ്ക്കാണ് അത് വിറ്റ് പോവുക. നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ റോഡിലോ വഴിയിലോ ഒക്കെ ബദാം മരവും ബദാം ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തൂത്ത് കൂട്ടിയിട്ട് അത് തീയിട്ട് നശിപ്പിച്ച് കളയല്ലേ. പക്ഷേ അതെല്ലാം ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ആമസോണിലൊക്കെ വിൽക്കുന്നത്. ഒരു 10-16 ലീഫുകളുള്ള അല്ലെങ്കിൽ 25 ലീഫുള്ള ഒരു സെറ്റിൻ്റെയൊക്കെ വില ആമസോണിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ 300, 400, 500 തോന്നുന്ന വിലയ്ക്കാണ് അല്ലേ. ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ട് വെക്കാൻ പറ്റുന്നില്ല? നമുക്ക് പലതും അറിയില്ല എന്നുള്ളതാണ്. ശരിക്കും നമ്മളിപ്പോൾ ഗ്രീൻ പ്രോഡക്റ്റ്സ്, അതായത് ചെടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉപകരണങ്ങളുടെയും ഒരു വലിയ ഓൺലൈൻ മാർക്കറ്റ് ഇപ്പോൾ ഉണ്ട്. ഒത്തിരി പേര് അത് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബിസിനസ് ഓൺലൈനിൽ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അതുമാത്രമല്ല, കേരളം എന്ന് പറയുന്നത് ഒത്തിരി വെറൈറ്റീസിൻ്റെ നാടാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത് സാധാരണ നഴ്സറികളിൽ കിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മളത് പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് ഓർഡറുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് വെറൈറ്റീസിൻ്റെ ഓർഡർ വരും. നമുക്കത് കൊടുത്തു തീർക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരു ദിവസം 300-400 സെറ്റ് കൊറിയറുകൾ മാത്രമേ പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുള്ളൂ. ചെടികളായതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധിയുടെ അപ്പുറം പാക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് വിട്ടാലും കൊറിയർ ഓഫീസ് ചെല്ലുമ്പോൾ അത് അവിടെ കിടക്കും. അവരൊരു 100 കൊറിയറേ ഒരു ദിവസം കയറ്റി വിടുള്ളൂ. ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്യും. അടുത്ത ദിവസമൊക്കെ ആയിരിക്കും കയറ്റി വിടുക. അങ്ങനെ വരുമ്പോൾ ചെടികളായതുകൊണ്ട് നമുക്ക് ഡിലേ ആയ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് തന്നെ ഓർഡറുകൾ എടുക്കുന്നതിനൊരു പരിധിയുണ്ട്. ഒരു പരിധിയുടെ അപ്പുറം ഓർഡർ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അത്രത്തോളം ഓർഡറുകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, എല്ലാവരിലേക്കും അല്ല, ചെടികൾ ഇഷ്ടമുള്ളവർക്ക്, പ്ലാൻ ലവേഴ്സിന് അവർ വീട്ടിൽ വളർത്തുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ചെടികളിൽ നിന്നും എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമസോണിൽ എങ്ങനെ ഒരു അക്കൗണ്ട് എടുക്കാം. സാധാരണക്കാർക്കും നമ്മൾ ആമസോൺ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ആമസോൺ എന്ന് വെച്ചാൽ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്,
നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതിൽ സെയിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ, അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ആമസോണിൽ വിൽപ്പന ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിൽ സെല്ലർ അക്കൗണ്ട് എടുക്കേണ്ടത് എങ്ങനെ, പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് നമ്മുടെ എന്താ പറയുക മാർക്കറ്റിലേക്ക് എത്തിക്കുക, എങ്ങനെ അത് പാക്ക് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞൊട്ടാഞ്ഞൊടിയൻ, ബദാം ലീഫ്, തൊട്ടാവാടി വരെ നമുക്ക് ആമസോണിൽ വിൽക്കുന്നുണ്ട്. പല ടൈപ്പ് നമുക്ക് ആവശ്യമില്ല എന്ന് കരുതി കളയുന്ന ഒരുപാട് വസ്തുക്കൾ നമുക്ക് ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കാനുള്ള ഓപ്ഷൻ ഇന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനുകളെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റീംസ് ഇത് വിൽപ്പന മാത്രമല്ല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചെടി വിൽപ്പനയിലോടൊപ്പം തന്നെ അവർ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞു കൊടുക്കാനും, അല്ലെങ്കിൽ ഇതെങ്ങനെയാണിത് നിങ്ങൾ സെയിൽ ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങളിത് കൃത്യമായി സെയിൽ ചെയ്യേണ്ടത്, ആരാണ് നിങ്ങളുടെ ഈ ചെടികൾ വാങ്ങാൻ വരുന്നത്, ഇതൊക്കെ കൃത്യമായി പല സമയങ്ങളിൽ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ റീംസുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു തരാനും അവർക്കൊരു മടിയുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ തെങ്ങിലും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ചെടികൾ, മോൺസ്റ്റർ പോലുള്ള വെറൈറ്റീസൊക്കെ ഒരുപാട് ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. അതൊക്കെ ലക്ഷങ്ങൾ നമുക്ക് വരുമാനം തരുന്ന സംഭവങ്ങളാണ് ആ ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ. അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് നമ്മൾ പോട്ടിലേക്ക് വെച്ച് 1-2 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തൈകളായി മാറുകയാണ്. ആ തൈകൾ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും. അപ്പോൾ ആമസോണിൽ ഒരു വിൽപ്പനക്കാരനാവണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു മെയിൽ ID ഉണ്ടാവണം, നമുക്ക് സ്വന്തമായിട്ടൊരു പാൻ കാർഡ് ഉണ്ടാവണം, നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം, അതുപോലെ തന്നെ നമ്മുടെ സംരംഭത്തിൻ്റെ ഒരു പേരുണ്ടാവണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നമ്മുടെ സംരംഭത്തിനൊരു ലൈസൻസ് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇനിയിപ്പോൾ ഞാൻ വീട്ടമ്മയാണ്, ഞാനൊരു വീട്ടിലിരുന്നൊരു സൈഡ് ബിസിനസ്സായിട്ട് ഒരു ആമസോണിൽ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ പിന്നെ എനിക്ക് ഇനിയിപ്പോൾ ലൈസൻസൊക്കെ എടുക്കാൻ പോകണം. ലൈസൻസിനായിട്ട് കയറി ഇറങ്ങേണ്ട സർക്കാർ ഓഫീസുകളുടെ എണ്ണവും അതിനുവേണ്ടി കൊടുക്കേണ്ട കൈക്കൂലിയുടെ അളവൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊന്നും വേണ്ട എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? അങ്ങനെ തോന്നേ വേണ്ട. എന്താണെന്നറിയോ, വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ആമസോണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭത്തിന് ഒരു ലൈസൻസ് എടുക്കാൻ പറ്റും. അറിയോ എല്ലാവർക്കും പലർക്കും ഇത് അറിഞ്ഞുകൂടാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ ഒത്തിരി പേര് എൻ്റെ കോഴ്സിലേക്ക് വരുന്നുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് പലർക്കും ഈ ഒരു സംവിധാനം അറിയത്തില്ല. പക്ഷേ കേരള സർക്കാരിൻ്റെ K-Swift എന്ന ഓരോ ഓപ്ഷൻ വഴിയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. വെറും 10 മിനിറ്റ് മതി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നമ്മുടെ ഒരു സംരംഭം തുടങ്ങാനുള്ള ലൈസൻസ് എടുക്കാൻ പറ്റും. അതിൽ നമ്മുടെ സംരംഭത്തിനൊരു പേര് കൊടുക്കാൻ പറ്റും. അതിനൊരു 3 വർഷത്തേക്ക് ആ ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് മതിയാവും നമുക്കൊരു സംരംഭം നടത്താം. ഈ ഒരു സ്ലിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആമസോണിലോട്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചെടികൾ പോലുള്ള ഗ്രീൻ പ്രോഡക്റ്റ്സ് ആമസോണിൽ വെക്കാനായിട്ട് GST വേണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാര്യം നമുക്ക് ചെടികൾ പോലുള്ള പ്രൊഡക്റ്റുകളൊന്നും ആമസോണിൽ വിൽക്കാൻ GSTയുടെ ആവശ്യമില്ല. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയൊരു വരുമാന സാധ്യത, വലിയൊരു മാർഗ്ഗമാണ് നമുക്ക് ചുറ്റും തുറന്ന് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മളൊരു ഫ്രീ വെബിനാറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് DM ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് റീംസിൻ്റെ സക്സസ് സ്റ്റോറി. എത്ര സന്തോഷത്തോടു കൂടിയാണ് റീംസ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പറയുന്നതിലുണ്ട് അവരുടെ ഒരു കോൺഫിഡൻസ്. അപ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ചെറിയ മുതൽ മുടക്കിൽ വലിയ വരുമാനം, നമ്മൾ ഒക്കെ സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണിത്. നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നതായിരിക്കും ചിലപ്പോൾ ഈ ചെടി വളർത്തലും അല്ലെങ്കിൽ ഈ അലങ്കാര സസ്യങ്ങളൊക്കെ ഇത്രയും ചെറിയ പൈസയ്ക്കൊക്കെ വിറ്റാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നൊക്കെ ആയിരിക്കും പലരും ചോദിക്കുന്നത്. പക്ഷേ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ, ഒരു സംരംഭക അത് തെളിയിച്ചിരിക്കുകയാണ്. ചെറിയ മുതൽ മുടക്കിലൂടെ വലിയ വരുമാനം കണ്ടെത്താൻ സാധിക്കും. അത് നമ്മൾ കണ്ടെത്തുക. നമുക്ക് എങ്ങനെയാണോ നമ്മളെ രീതിയിൽ നമുക്ക് ഈ ബിസിനസ് സംരംഭങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും ചെയ്യുക. തീർച്ചയായിട്ടും മണി മാജിക്കിൻ്റെ മറ്റൊരു ലക്കത്തിൽ മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.